നമസ്കാരം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്ത് കാര്യങ്ങൾ ഭയങ്കര വേഗത്തിലാണ് മാറുന്നതല്ലേ? അതെ. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളാണ് വരുന്നത്. വളരെ കുറച്ച് കോഡ് വെച്ച് സ്വന്തം കമ്പ്യൂട്ടറിൽ വലിയ AI മോഡലുകൾ ഓടിക്കുന്നത് മുതൽ പിന്നെ ഒരു ലൈബ്രറി മുഴുവൻ ഓർക്കുന്ന മോഡലുകൾ വരെ ഇപ്പോൾ AI ഏജന്റുമാർ ഒരുമിച്ച് ജോലി ചെയ്യുന്നതൊക്കെ സാധാരണമായി വരുന്നു. ശരിയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ ചില പ്രധാന മാറ്റങ്ങൾ നിങ്ങൾക്കെങ്ങനെ പ്രയോജനപ്പെടുമെന്ന് നമുക്കൊന്ന് ആഴത്തിൽ നോക്കിയാലോ? നല്ല കാര്യമാണ്. തുടങ്ങാം. ശരി. ആദ്യമായിട്ട് നാനോവില്ലിയെല്ലാം ഡീപ് സീക്കിലെ ഒരു റിസർച്ചർ ഒഴിവു സമയത്തുണ്ടാക്കിയെടുത്ത ഒരു ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റാണ്. അതെ. വെറും 1200 ലൈൻ പൈത്തൺ കോഡേ ഉള്ളൂ. പക്ഷേ ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പോലും വലിയ ഭാഷാ മോഡലുകളെ LLMകളെ അത്യാവശ്യം നല്ല സ്പീഡിൽ ഓടിക്കാൻ സഹായിക്കും. അതെ. അതിന്റെ ഏറ്റവും വലിയൊരു ആകർഷണം ആ ഒരു ലാളിത്യം തന്നെയാണ്. VLM പോലുള്ള വലിയ സിസ്റ്റങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ സിമ്പിളാണ്. പിന്നെ ഇത് പ്രധാനമായും ഈ ഗവേഷണം, പരീക്ഷണം അങ്ങനെയുള്ള ഓഫ്ലൈൻ ജോലികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ചാറ്റ്ബോട്ട് പോലെ ലൈവായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? അത്രയ്ക്ക് പറ്റില്ല. ഒരുപാട് പേർ ഒരേ സമയം ഉപയോഗിക്കുമ്പോൾ ചില പരിമിതികളുണ്ട്. ഇതിന്റെ വേഗതയുടെ പിന്നില് ഈ പ്രീഫിക്സ് കാഷെ, അതായത് മുൻപ് ചെയ്ത കാര്യങ്ങൾ ഓർത്തുവെച്ച് സമയം ലാഭിക്കുന്ന ഒരു രീതി. പിന്നെ ടെൻസർ പാരലലിസം, ടോർച്ച് കമ്പൈൽ, കൂഡ ഗ്രാഫ്സ്, അങ്ങനെ കുറച്ച് ടെക്നിക്കുകളുണ്ട്. കോഡ് സിമ്പിൾ ആയതുകൊണ്ട് ഈ ടെക്നിക്കുകളൊക്കെ എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് നല്ലൊരു ടൂളാണ്. ശരിയാണ്. ഒരു സാധാരണ ലാപ്ടോപ്പ് ഗ്രാഫിക്സ് കാർഡിൽ ഇപ്പോൾ ഒരു RTX 4070 8GB മെമ്മറിയുള്ള കാർഡിൽ ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ ചില ഓഫ്ലൈൻ ടാസ്കിൽ ഇത് VLM-നേക്കാളും ഒരു 5% സ്പീഡ് കൂടുതൽ കാണിച്ചു. ഓഹോ. സെക്കൻഡിൽ 1400-ൽ അധികം ടോക്കൺസ്. മെമ്മറി കുറച്ചു മതി, ഇൻസ്റ്റാൾ ചെയ്യാനും എളുപ്പമാണ്. അതെ. അപ്പൊ ഈ വിദ്യാർത്ഥികൾക്കും പിന്നെ സ്വന്തമായിട്ട് ഇതൊക്കെ പഠിക്കണം, പരീക്ഷിക്കണം എന്നുള്ളവർക്കും ഇത് വളരെ ഉപകാരപ്പെടും. കോഡ് സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്തി നോക്കാൻ എളുപ്പമാണ്. ഇനി നമുക്ക് മറ്റൊരത്ഭുതം നോക്കാം. മിനിമാക്സ് M1. ചൈനയിൽ നിന്നുള്ള ഒരു പുതിയ ഓപ്പൺ സോഴ്സ് മോഡലാണ്. ഇതിന് 10 ലക്ഷം ടോക്കൺ വരെ ഓർമ്മിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതെ, 1 ദശലക്ഷം ടോക്കൺ. അതായത് ഒരു വലിയ നോവൽ സീരീസ് മുഴുവനും ഓർക്കാൻ പറ്റും. ഓർക്കാൻ മാത്രമല്ല, 80,000 ടോക്കൺ വരെ നീളമുള്ള മറുപടികളും കൊടുക്കും. ശരിയാണ്. നമ്മൾ കേട്ടിട്ടുള്ള GPT-4, ക്ലോഡ്, ജെമിനി ഇതിനെയൊക്കെ കടത്തിവെട്ടും കോണ്ടെക്സ്റ്റ് വിൻഡോയുടെ കാര്യത്തിൽ. അതെങ്ങനെയാണിത് സാധിക്കുന്നത്? ഇത്ര വലിയ ഓർമ്മശക്തിയും വേഗതയും? അവിടെയാണ് അതിന്റെ ടെക്നോളജി. ഒന്ന്, മിക്സ്ചർ ഓഫ് എക്സ്പേർട്സ് അല്ലെങ്കിൽ MOE ഡിസൈൻ. അതായത് പല കാര്യങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു 32 ചെറിയ മോഡലുകളുടെ ഒരു കൂട്ടം. പക്ഷെ ഒരു സമയം അതിൽ കുറച്ചെണ്ണമേ പ്രവർത്തിക്കൂ. മൊത്തം 456 ബില്യൺ പാരാമീറ്റർ ഉണ്ടെങ്കിലും ഒരു സമയം 46 ബില്യൺ വെച്ച് ആക്റ്റീവ് ആവൂ. ഏറ്റവും വലിയ കാര്യം ചെലവാണ്. ഇതുണ്ടാക്കാൻ ഏകദേശം $5 ലക്ഷം ആയുള്ളൂ എന്നാണ് പറയുന്നത്. $5 ലക്ഷം? GPT-4 ഒക്കെ 100 ദശലക്ഷത്തിന് മുകളിലല്ലേ? അതെ. ഡീപ് സീക്ക് R1 പോലും $5-6 ദശലക്ഷം ആയി. MRCR ബെഞ്ച്മാർക്കിലെ ക്ലോഡിനെയും OpenAI O3നെയും ഒക്കെ പിന്നിലാക്കിയെന്ന് കണ്ടു. അതെ. കൂടുതൽ സമയമെടുത്ത് ആലോചിച്ച് ഉത്തരം തരുന്നതുകൊണ്ട് കൃത്യത കൂടുന്നു എന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ വലിയ റിപ്പോർട്ടുകളെ സമ്മറൈസ് ചെയ്യാനോ ഒരു പുസ്തകത്തെക്കുറിച്ച് ഡീപ്പായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനോ ഒക്കെ ഇത് നന്നായിരിക്കുമല്ലേ? തീർച്ചയായും. വലിയ കോണ്ടെക്സ്റ്റ് ആവശ്യമുള്ള പല ആപ്ലിക്കേഷനുകൾക്കും ഇത് ഉപകാരപ്പെടും. ഈ മോഡലുകൾ ഇങ്ങനെ മെച്ചപ്പെടുമ്പോൾ അവ ഉപയോഗിക്കുന്ന രീതികളും മാറുന്നുണ്ട്. OpenAI ഒരു എയർലൈൻ കസ്റ്റമർ സർവീസ് ഡെമോ ഓപ്പൺ സോഴ്സ് ആയിട്ട് പുറത്തിറക്കിയില്ലേ? അത് കണ്ടിരുന്നു. പല AI ഏജന്റുകൾ, അതായത് ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊന്ന്, ക്യാൻസൽ ചെയ്യാനൊന്ന്, പൊതുവായ ചോദ്യങ്ങൾക്ക് വേറൊന്ന്, ഇവരൊക്കെ ഒരുമിച്ചെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണിച്ചു തരുന്നു. ഏത് ഏജന്റാണ് ഇപ്പൊ സംസാരിക്കുന്നത് എന്നൊക്കെ ലൈവായിട്ട് കാണാം. അതിൽ ചില സേഫ്റ്റി ഗാർഡ് റെയിൽസുമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ വളരെ നല്ലൊരു ടൂളാണ്. ഒന്നിലധികം ഏജന്റുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കാം എന്നതിന്റെ നല്ലൊരു ഡെമോ ആണ്. ശരിയാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ AI ലോകത്ത് ഭയങ്കരമായ മാറ്റങ്ങളാണ് നടക്കുന്നത്. വേഗത, ഓർമ്മശക്തി, ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് എല്ലാത്തിലും. ശരിയാണ്. നാനോ VLM, M1, OpenAI ഡെമോ പോലുള്ള ഓപ്പൺ സോഴ്സ് ടൂളുകൾ ഈ ടെക്നോളജിയെ കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് നല്ല കാര്യം. അതേസമയം
ഇത് നമ്മുടെ സ്വന്തം ചിന്താശേഷിയെ, ക്രിയേറ്റിവിറ്റിയെ എങ്ങനെ ബാധിക്കും എന്നുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. അതെ, അവിടെയാണൊരു പ്രധാന ചോദ്യം കിടക്കുന്നത്. നിങ്ങൾക്കും ഇതൊന്ന് ആലോചിച്ചു നോക്കാം.